നിറഞ്ഞ എൻ്റെ ഗുരുക്കന്മാരെ, എൻ്റെ വിദ്യാർത്ഥികളെ, ജ്യോതിശാസ്ത്രത്തിലും ഹസ്തരേഖാശാസ്ത്രത്തിലും മറ്റു ശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്ന എൻ്റെ നാട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ ദശാഫലങ്ങളും അതിന്റെ വിശേഷതകളും പറ്റിയാണ്. കാർത്തിക നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക. അശ്വതി 1, ഭരണി 2, മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിന് 2 കൂറുകളുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക. കാർത്തികയുടെ കാല് മേടക്കൂറും, കാല് എന്ന് വെച്ചാൽ 15 നാഴിക മേടക്കൂറിലും, ബാക്കിയുള്ള 45 നാഴിക, അതായത് കാർത്തിക മുക്കാലും ഇടവക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത്. മേടക്കൂറുകാർക്ക് ആദിത്യമായിട്ട് കൂടുതൽ ബന്ധം, മേടൻ രാശിയുമായിട്ട് കൂടുതൽ ബന്ധമായി വഹിക്കുന്നത് കൊണ്ട് ഇവർ കുറച്ച് ദേഷ്യം കൂടിയിരിക്കും. കാർത്തിക കാലിന് ശേഷം അടുത്ത രാശിയിൽ ഇടവക്കൂറുകാർക്കും കാർത്തികയിൽ യോഗമുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ മേടക്കൂറുകാർക്ക് ചൊവ്വയുടെ രാശിയിലാണ് ചന്ദ്രൻ വരികയാൽ അവർക്ക് കൂടുതൽ ബലവും ശക്തിയും ധൈര്യവും ശൗര്യവുമെല്ലാം കാണിക്കും. അവർ പ്രശസ്തരും കീർത്തിമാന്മാരും ആകുന്നു. ഭരണത്തിൽ വളരെ താല്പര്യവും ബുദ്ധിയിലും ശക്തിയിലും അവരെ കവിഞ്ഞ് മറ്റുള്ളവർ ഇല്ല എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. അതേസമയം അടുത്ത ഇടവക്കൂറിനും മേടക്കൂറിനെ പോലെ എടുത്തുചാട്ടം ഇല്ല എങ്കിലും ഇടവക്കൂറും വളരെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവർ നീങ്ങുകയുള്ളൂ. ഇടവക്കൂറുകാർക്ക് ശുക്രനുമായി ബന്ധമുള്ളത് കൊണ്ട് കൂടുതൽ ഈ ഇടവക്കൂറിൽ ജനിച്ചവർ കലാകാരന്മാർ, കവികൾ, അഭിനയത്തിൽ താല്പര്യമുള്ളവർ, അഭിനയം കൊണ്ട് ജീവിക്കുന്നവർ, പിന്നെ ചിലവർ നമ്മൾ വലിയ മെക്കാനിസ്റ്റുകൾ, വാഹനത്തിൽ പല രീതിയിൽ ഓട്ടിച്ച് അതിൻ്റെ പ്രശസ്തികൾ കൈമാറുന്നവർ, ഇങ്ങനെ പലരും ഈ കാർത്തിക നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മേടക്കൂറുകാർ ഇടവക്കൂറുകാരും 2 കൂറുള്ളതേ പറഞ്ഞുള്ളൂ. പക്ഷെ കാർത്തിക നക്ഷത്രം എപ്പോഴും കീർത്തി കേൾക്കുന്ന ഒരു നക്ഷത്രമാണ്. ആദിത്യ ദശയിലാണ് കാർത്തിക ജനിക്കുന്നത്. അപ്പോൾ ആദിത്യൻ ദശയിൽ ജനിക്കുകയും അസുരഗണവുമായതുകൊണ്ട് ഇവർ പൊതുവെ മേടക്കൂറും ഇടവക്കൂറും ഇവർ നല്ല ധൈര്യവാന്മാരും സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരും കുടുംബ സ്നേഹികളും പിതാവിനെയും ഒപ്പം മറ്റ് അനുയായികളെയും സ്നേഹിക്കുന്നവരായിരിക്കും. മേടക്കൂറുകാർക്കും ഇടവക്കൂറുകാർക്കും പൊതുവെ കുടുംബങ്ങൾ പുഷ്ടിയായി കൊണ്ടുപോകുന്നതിൽ വളരെ താല്പര്യമുള്ളവരാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും അവരുടെ വാക്കുകൾ വിശ്വസിച്ചു പോകുന്നതും കാർത്തിക നക്ഷത്ര ജാതകരുടെ ഒരു പ്രത്യേകതയാണ്. അവർ മറ്റുള്ളവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായി കണ്ടുവരാറുണ്ട്. അപ്പോൾ ആദ്യത്തെ മേടക്കൂറിൽ ജനിക്കുന്നവർക്ക് ഏതാണ്ട് 5 വർഷം വരെ ജന്മശിഷ്ടം കിട്ടും ആദിത്യൻ. അപ്പോൾ 5 കൊല്ലം അവർക്ക് കിട്ടുകയും ഇടവക്കൂറിൽ ജനിക്കുന്നവർക്ക് ഏതാണ്ട് 3 കൊല്ലം വരെ ജന്മശിഷ്ടം കിട്ടും. അപ്പോൾ ആദ്യത്തെ 5 കൊല്ലം തന്നെ നമുക്ക് നോക്കാം. കാർത്തിക പൊതുവെ നോക്കിയാൽ കാർത്തിക നക്ഷത്രം ആദ്യത്തെ 5 കൊല്ലം ആദിത്യദശയിൽ 1-2 കാലങ്ങളിൽ ബാലപീഡയും ബാലാരിഷ്ടതയും, 3 വയസ്സിന് ശേഷം വിദ്യയിൽ തുടക്കവും കുടുംബത്തിന് ഉന്നതിയും പിതൃമാതൃ സൗഭാഗ്യവും അനുഭവമാകുന്നു. പൊതുവെ ആദിത്യദശ കാലം ഇവർക്ക് പിതാവിന് മാതാവിന് ഉന്നതിയെ കൊടുക്കും. എങ്കിലും സൂര്യനാണല്ലോ ആദിത്യൻ. ഈ കുഞ്ഞുങ്ങൾക്ക് കരപ്പൻ, കണ്ഠരോഗം,
നരമ്പ് രോഗം എന്നിവയെല്ലാം 1, 2, 3 വയസ്സ് വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ദശ 5 കൊല്ലം, അത് കഴിഞ്ഞ് വരുന്ന 10 കൊല്ലം ചന്ദ്രദശ. അപ്പം 15 കൊല്ലം മേടക്കൂറുകാർക്ക് 15 കൊല്ലം ചന്ദ്രദശ കിട്ടും. ഈ ചന്ദ്രദശയിൽ 7, 8, 9, 10, 11, 12 ഈ കാലങ്ങളിൽ കുടുംബസുഖം, മാതൃസൗഖ്യം, മനോസൗഖ്യം, കുടുംബത്തിൽ ഗ്രഹയോഗം, പിതാവിനും മാതാവിനും ഉന്നതി, ഭാഗ്യ ഐശ്വര്യങ്ങൾ എന്നിവ ലഭിക്കും. പിതാവിന് മുടങ്ങിക്കിടന്ന ചില വിദേശവാസ യോഗങ്ങൾ അത് പൂർണ്ണമായും തൃപ്തികരമായും നടത്തിക്കുവാനുള്ള ഭാഗ്യം കാണപ്പെടുന്നു. ചന്ദ്രദശ പൊതുവെ കുടുംബത്തിന് ഉന്നതിയും മാതാവിനും പിതാവിനും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെ കീർത്തിയും കൊടുക്കുന്നതാകുന്നു. ചന്ദ്രദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ദേവിപൂജ, പൗർണമി പൂജ, മാസം തോറും കുങ്കുമാർച്ചന എന്നിവ നടത്തിക്കൊള്ളേണ്ടതാകുന്നു. അതായത് അപ്പോൾ 15 കൊല്ലം വരെ ചന്ദ്രദശ, അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം, 22 വയസ്സും ശിഷ്ടവും വരെ ചൊവ്വാദശയിൽ ചൊവ്വ നല്ല ഭാഗങ്ങളിലാണെങ്കിൽ ഇവർക്ക് പഠിത്തത്തിന് വളരെ യശസ്സും കീർത്തിയും ഭാഗ്യവും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പിന്നെ ടെക്നിക്കൽ വിദ്യയിൽ ഇവർ പ്രശസ്തരായിരിക്കും. ഒന്നുകിൽ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചോ, അല്ലെങ്കിൽ മെഡിക്കൽ ബന്ധമുള്ള പഠനമോ, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലകളിലോ ഇവർക്ക് ഈ കാലഘട്ടം പഠിക്കുവാൻ ഏറ്റവും ഉത്തമമായിരിക്കും. 22 വയസ്സ് കഴിഞ്ഞാൽ 22 വയസ്സ് വരെ ചൊവ്വാദശ എന്ന് പറഞ്ഞല്ലോ. 22 കഴിഞ്ഞാൽ 18 കൊല്ലം രാഹുർദശ, അതായത് 40 വയസ്സ് വരെ രാഹുർദശ. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ ഇടവക്കൂറ്, അപ്പൊ ഇടവക്കൂറുകാർക്ക് ഏതാണ്ട് 3 കൊല്ലം ആദ്യത്തെ ദശ കിട്ടും. പിന്നെ ചന്ദ്രദശ 10 കൊല്ലം, ചൊവ്വാദശ 7 കൊല്ലം, 20 വയസ്സ് വരെ ചൊവ്വാദശ, 18 കൊല്ലം രാഹുർദശ. മേടക്കൂറുകാർക്കാണെങ്കിൽ 40 വയസ്സ് വരെ ഏതാണ്ട് രാഹുർദശ കിട്ടും. 22 ശേഷം കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നു. രാഹുർദശ ഏൽക്കുന്നത് കൊണ്ട് അവർക്ക് സ്ഥാനം മാറിയുള്ള പഠനം, ചിലർ വിദേശത്ത് പോയി പഠിക്കുകയും ഒപ്പം ധനം സമ്പാദിക്കുകയും ചെയ്യും. 22, 25 ഈ കാലങ്ങളിൽ ഏതാണ്ട് നല്ല ഒരു ഉദ്യോഗ ലബ്ധിയിലേക്ക് അവർ പോയി പുറപ്പെടും. ശേഷം 26-ക്കും 27-ക്കും മധ്യേ പുരുഷനാണെങ്കിൽ വിവാഹം സുനിശ്ചിതമായി നടക്കും. പിന്നീട് അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും ഗ്രഹയോഗവും ഗ്രഹം നന്നാക്കലും പൂർവിക കുടുംബ സ്വത്ത് കിട്ടുവാനും 30, 35, 37, 38 ഈ കാലങ്ങളിൽ അവർ പ്രതീക്ഷിക്കുന്നതിൽ കഴിഞ്ഞ വരുമാനങ്ങളും സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകും. സർപ്പദശ ആയതുകൊണ്ട് ശരീരത്തിൽ ചൊറിച്ചിൽ, അലർജി, മുഖത്ത് പാട്, കാൽപാദങ്ങളിൽ പാട്, മുട്ടുതരിപ്പ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. ഇടവക്കൂറുകാരും ഇതുപോലെ സങ്കല്പിച്ച് കൊണ്ടാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞാൽ 16 കൊല്ലം വേഴദശ. അപ്പോൾ 40, 16, 56 വയസ്സ് വരെ വേഴദശ ഉണ്ടാകും. വേഴദശ പൊതുവെ നല്ല സ്ഥാനത്ത് നിന്നാൽ ഏറ്റവും നല്ല അഭിവൃദ്ധി ഇവർക്കുണ്ടാകും. നല്ല സ്ഥാനം എന്ന് പറയുമ്പോൾ 4, 7, 10, 11 ഈ ഭാവങ്ങളിലും ഉച്ചരാശിയായ കർക്കിടകത്തിലും വ്യാഴം നിന്നാൽ വേഴദശാകാലം കാർത്തിക നക്ഷത്ര ജാതകർക്ക് വളരെ അഭിവൃദ്ധിയെ കൊടുക്കും. സന്താനങ്ങളെ കൊണ്ട് നേട്ടം, സന്താനങ്ങളെ കൊണ്ട് പുഷ്ടി, സന്താന കീർത്തി, അവർക്ക് പഠനം, പ്രശസ്തി, ജാതകർക്ക് തൊഴിൽപരമായ ഉന്നതി, പ്രമോഷൻ, വിദേശ സ്വദേശവാസങ്ങൾ, ഭൂമിയോഗം, ഗ്രഹയോഗം, സമ്പത്ത്, വാഹനം, വസ്ത്രം, വച്ചുപൂട്ട്, അങ്ങനെ പല രീതിയിലുമുള്ള ഭാഗ്യ ഐശ്വര്യങ്ങൾ ഇവർക്ക് 56 വയസ്സ് വരെ
വ്യാഴദശയിൽ വ്യാഴദശ കഴിഞ്ഞ ഉടനെ അടുത്ത് കാർത്തിക നക്ഷത്രക്കാർക്ക് ശനിദശയാണ് തുടങ്ങുന്നത്. ശനി 19 വർഷമാണ് ഉള്ളത്. അപ്പം 56 വയസ്സ് വരെ നമ്മൾ വ്യാഴദശയെ കണക്കാക്കി. ബാക്കി 19 കൊല്ലം ശനിദശ, അതായത് 75 വയസ്സും സംതിങ്. അപ്പോൾ ഈ ശനി ദശയുടെ തുടക്കം പൊതുവെ ജാതകർക്ക് കുടുംബത്തിന് അല്പാരിഷ്ടതയും സ്ഥാനമാറ്റങ്ങളും സ്ഥാനഭ്രംശങ്ങളും 60 വയസ്സ് വരെ ഏതാണ്ട് ഇരിക്കും. 60-ന് ശേഷം കൃഷി സംബന്ധമായ നേട്ടങ്ങൾ, ബിസിനസ് സംബന്ധമായ നേട്ടങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. കാരണം ശനിക്ക് കൃഷിയുമായും ധാന്യങ്ങളുമായും ബന്ധമുള്ളത് കൊണ്ടും അവർ ചില കൃഷി സംബന്ധമായ കാര്യങ്ങളിലും അതിൻ്റെ തൊഴിലിലും ഏർപ്പെടുത്തുന്നതും യന്ത്ര സാമഗ്രികളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നതും സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് വിദേശങ്ങളിൽ അയക്കുന്നതുമൊക്കെ ഇവർക്ക് ശനിദശയിൽ ഉത്തമമാകുന്നു. അങ്ങനെ 56 തുടങ്ങി 75 വരെയുള്ള ശനിദശാകാലം പൊതുവെ സന്താനങ്ങൾക്ക് ഐശ്വര്യം, പുത്രപൗത്രാദി സൗഖ്യം, ബന്ധുജന സൗഖ്യം, സൽകീർത്തി എന്നിവ ഉണ്ടാകും. ഇടവിട്ട് വാദം, കഫരോഗം, രക്തരോഗങ്ങൾ എന്നിവയും ഇവർക്കുണ്ടാകും. ശനിദശ കഴിഞ്ഞ് 17 കൊല്ലം ബുധദശ. 25 വയസ്സ് കഴിഞ്ഞാൽ ശേഷം ബുധദശ ആണ് 17 കൊല്ലം, അതായത് 92 വയസ്സോളം വരുന്നുണ്ട്. ബുധൻ സർവ അഭിഷ്ടകാരകനാണല്ലോ. ജാതകർക്ക് ഈ ദശാകാലത്ത് അവരുടെ കർമ്മ മേഖലകളിൽ നിന്ന് ഒരു മാറ്റവും സന്താനങ്ങൾക്കും ഐശ്വര്യവും പുത്രപൗത്രാദി സൗഖ്യവും കുടുംബ സൗഖ്യവും അവർക്ക് വിശ്രമ ജീവിതങ്ങളും ബുധദശയിൽ നേടിയെടുക്കാം. അതിന് ഹനുമാന് വടമാലയും കൃഷ്ണന് പാൽപായസവും ദേവീ പൂജ എന്നിവ നടത്തി ദശയുടെ ദോഷങ്ങൾ മാറ്റിക്കൊള്ളേണ്ടതാകുന്നു. ശേഷം ബുധദശ, ഇന്നത്തെ കാലത്ത് ബുധദശ കഴിഞ്ഞ് കേതുദശ കേൾക്കുന്നത് അപൂർവമാണ്. ശേഷം 7 കൊല്ലം കേതുദശ, പിന്നീട് 20 കൊല്ലം ശുക്രദശ. അങ്ങനെ കാർത്തിക നക്ഷത്രത്തിന്റെ ദശ അങ്ങനെ 120 കൊല്ലവും തീരുകയാണ്. എന്നാലും ശനിദശ തീർന്ന് ബുധദശ, നമ്മളെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി, മോഡേൺ ജീവിത രീതി എല്ലാം ആശ്രയിച്ച് നോക്കുമ്പോൾ 75 വയസ്സ് കഴിഞ്ഞാൽ ബുധൻ കുറച്ചു കാലം അവർക്ക് അനുഭവിക്കാനുള്ള യോഗം കിട്ടും. അത്രയേ കിട്ടുകയുള്ളൂ എന്നാണ് ശാസ്ത്രപരമായിട്ടും അല്ലാതെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലും കാണപ്പെടുന്നത്. ഇങ്ങനെ ഈ ആദിത്യ ദശയിൽ തുടങ്ങുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ശിവനെ പൂജിക്കുകയും ഗണപതിയെ പൂജിക്കുകയും ശിവന് ജലധാര, വിഷ്ണുവിന് പാൽപായസം ഇവയെല്ലാം സർപ്പപൂജ ഇവയെല്ലാം കൊടുത്ത് ഈ വരുന്ന ദശയിലുള്ള ദോഷങ്ങളും സന്ധികളും മാറ്റിക്കൊള്ളണം. ഇടക്കൂറും 2 കൂറുണ്ടെന്ന് പറഞ്ഞല്ലോ. 2 കൂറിന്റെയും ദശകൾ ചെറിയ വ്യത്യാസം അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിക്കൊള്ളുക. പൊതുവെ കാർത്തിക നക്ഷത്രം കീർത്തിയുള്ള നക്ഷത്രവും ഭാഗ്യവന്മാരുടെ നക്ഷത്രവുമാകുന്നു. ഇതിൽ ജനിക്കുന്നത് തന്നെ പ്രത്യേക ഒരു ഭാഗ്യമെന്നാണ് ആചാര്യൻ പറയുന്നത്. സൂര്യനാണല്ലോ അതിൽ ഉദിച്ചു നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കാർത്തിക നക്ഷത്രത്തെ പറ്റി പറഞ്ഞ എപ്പിസോഡ് നിർത്തുന്നു.